എന്നെ MVD പിടിച്ചു ഗൈസ്, പണി പാളി ഗൈസ്. കോണ്ടന്റ് ക്ഷാമം വരുമ്പോൾ കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും ട്രാവൽ വ്ളോഗേഴ്സും ഒക്കെ സ്ഥിരം ഇറക്കാറുള്ള വീഡിയോസിന്റെ തംബ്നെയിലാണിത്. ഇത് കാണുമ്പോഴൊക്കെ ഈ MVD എന്നത് യൂട്യൂബേഴ്സിന് വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി സഞ്ജു ടെക്കി എന്ന വ്ളോഗറുടെ വീഡിയോസും ഇതേ ലൈനാണ്. കാറിൽ വെള്ളം നിറച്ച് പൂളാക്കി റോട്ടിൽ കൂടി ഓടിച്ചുകൊണ്ട് പോയി എന്ന ചെറിയൊരു കുറ്റത്തിന് എന്നെ MVD പിടിച്ചേ എന്ന് സഞ്ജു ടെക്കിയും ഈ മീഡിയക്കാരൊക്കെ ഇത്ര ചെറിയൊരു തെറ്റിന് എന്റെ മകനെ ക്രൂശിക്കുന്നേ എന്ന് സഞ്ജു ടെക്കിയുടെ വീട്ടുകാരും സങ്കടപ്പെടുന്ന വീഡിയോയും കണ്ടിരുന്നു. നിയമപരമായി ഇത് തെറ്റാണെന്ന് അയാൾക്കും അയാളുടെ വീട്ടുകാർക്കും അറിയാം, എന്നിട്ടും വൈറലാകാൻ വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ നിയമപരമായി തെറ്റാണെന്നറിഞ്ഞിട്ടും വൈറലാകാനും കോണ്ടന്റ് ഉണ്ടാക്കാനും റോഡിൽ പട്ടി ഷോ നടത്തുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ എണ്ണം കൂടുകയാണ്. അതിന്റെ കാരണം ഇനി MVD പിടിച്ചാലും അതിനുശേഷമുള്ള കാര്യങ്ങൾ വീഡിയോസ് ആക്കിയിടാം, വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന കോൺഫിഡൻസ് ആണ്. ഇന്നലെ സഞ്ജു ടെക്കിയുടെ ഈ വീഡിയോസ് കണ്ടപ്പോൾ ഇപ്പൊ അടുത്ത് നടന്ന വേറൊരു സംഭവം ഓർത്തു. ഒരു 18-കാരൻ മദ്യപിച്ച് ഓവർ സ്പീഡിൽ ലക്ഷറി കാർ ഓടിച്ച് 2 ബൈക്ക് യാത്രക്കാരെ കൊലപ്പെടുത്തിയ സംഭവം. ആ സംഭവത്തിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റാണെന്ന് ആ 18-കാരന് അറിയാമായിരിക്കും. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് തെറ്റാണെന്നും അവൻ അറിയേണ്ടതാണ്. എന്നിട്ടും അറിഞ്ഞുകൊണ്ട് ഇത് രണ്ടും ചെയ്ത് ആക്സിഡന്റ് ആക്കി. അപ്പൊ കൊന്നതും അറിഞ്ഞുകൊണ്ട് തന്നെ. റോഡ് സേഫ്റ്റിയെ പറ്റി 300 പേജിൽ കവിയാതെ ഉപന്യസിക്കുക എന്ന കഠിനമായ ശിക്ഷയായിരുന്നു ഈ കുറ്റത്തിന് ആദ്യം നൽകിയ ശിക്ഷ. പിന്നീട് നാട്ടുകാരും സോഷ്യൽ മീഡിയയും ഒക്കെ ഇളകിയപ്പോഴാണ് ശരിക്കും ശിക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വേണ്ടപ്പെട്ടവർക്ക് മനസ്സിലായത്. 1 കൊലപാതകമാണ്, 2 കാർ പൂളാക്കലും. വ്യത്യസ്തമായ കുറ്റങ്ങളാണെങ്കിലും കുറ്റത്തിന് പിറകിലെ മാനസികാവസ്ഥ തികഞ്ഞ ഇഗ്നോറൻസും ഇനി പിടിച്ചാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന അഹങ്കാരവുമാണ്. ഈ സഞ്ജു ടെക്കിക്ക് പ്രായം 18 കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വാസം. എന്നിട്ടും ഇപ്പോഴും തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത അറിയില്ല, പക്ഷേ ഇൻഫ്ലുവൻസർ ആണ്. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നയാൾ. ഉദാഹരണത്തിന് യൂട്യൂബർ ധ്രുവ് രാട്ടി ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ തന്റെ വീഡിയോസിലൂടെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസർ ആണ് നമ്മുടെ സഞ്ജു ടെക്കിയോ? ആവേശം സിനിമ കണ്ട് സ്വന്തം കാർ പൂളാക്കാനുള്ള ഐഡിയ പ്രാവർത്തികമാക്കിയ കുഞ്ഞുവാവയായ സഞ്ജു ടെക്കിയും ഇൻഫ്ലുവൻസർ ആണ് എന്നതാണ് കോമഡി. സംഭവം മലയാളികൾ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് പലരും ഈ നിലവാരമുള്ളവരാണ്. ഇയാളുടെ ഒരു വീഡിയോയിൽ പറയുന്നത്, ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കും. MVD പിടിച്ചതും ശിക്ഷ കൊടുത്തതുമൊക്കെ വീഡിയോ ആക്കിയത് അതുകൊണ്ടാണ് എന്ന്. എനിക്ക് മനസ്സിലാകാത്തത് ഈ സഞ്ജു ടെക്കിയുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും MVD പിടിച്ചതുമൊക്കെ അറിഞ്ഞിട്ട് നാട്ടുകാർക്ക് എന്ത് കിട്ടാനാണ് എന്നാണ്. എന്തായാലും MVD പിടിച്ചതിന് ശേഷം ടെക്കിയുടെ ചാനലിന് ഒരു ഉണർവ് വന്നിട്ടുണ്ട്. ഇപ്പൊ MVD അനുബന്ധ വീഡിയോസിന് നല്ല റീച്ചാണ്. MVD പിടിച്ചതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത്, കാമുകി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, MVD തന്ന പണി എന്താണ്, അങ്ങനെ വീഡിയോസ് തുരുതുര വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് മാത്രം എന്താ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്നാണോ ചിന്തിക്കുന്നത്? എന്നാൽ നമുക്ക് മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല ഇത്. വ്യൂസിന് വേണ്ടി, വൈറലാകാൻ വേണ്ടി ഇങ്ങനെ മനഃപൂർവ്വം നിയമലംഘനം നടത്തുക, മനഃപൂർവ്വം ഏറ്റവും മോശം വീഡിയോസ് ഇടുക, മരിക്കാൻ വരെ സാധ്യതയുള്ള പ്രകടനം നടത്തുക, അങ്ങനെ എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്നവർ എല്ലായിടത്തുമുണ്ട്. അമേരിക്കയിലെ ഒരു യൂട്യൂബർ ചാനൽ ഒന്ന് പച്ച പിടിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും നടന്നില്ല. പിന്നെ മൂപ്പര് ഒരു വഴി കണ്ടുപിടിച്ചു. ചാനലിൽ ഇരുന്ന് 1 മുതൽ അങ്ങ് എണ്ണാൻ തുടങ്ങി. അങ്ങനെ എണ്ണി 1000വും 1,00,000വും ഒക്കെ എത്തിയപ്പോൾ അത് കാണാൻ ആളുകളുടെ പ്രവാഹമായി. ഒരുത്തൻ വീഡിയോയിൽ ഇരുന്ന് 1, 2 എണ്ണുന്നത് കാണാൻ ഇത്രയും ആളുകളോ എന്ന് ചിന്തിച്ച് നിങ്ങൾ അന്തം വിട്ടേക്കാം. പക്ഷെ സംഗതി സത്യമാണ്. അങ്ങനെ ആ യൂട്യൂബർ ഫേമസ് ആയി. കോണ്ടന്റ് ക്രിയേഷനിൽ അങ്ങനെ ക്വാളിറ്റി അനുസരിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാറിൽ വെള്ളം നിറച്ച് ഇൻഫ്ലുവൻസർ ആകുന്നവരും ഉണ്ടാകും. റിസർച്ച് ചെയ്ത് വീഡിയോ അവതരിപ്പിച്ച് ഇൻഫ്ലുവൻസർ ആകുന്നവരും ഉണ്ടാകും. പക്ഷേ പ്രശ്നം നിയമലംഘനങ്ങൾ, തുടർന്നുള്ള പരിഹാസം, MVD പുച്ഛിക്കൽ, ഇതൊക്കെ തുടർക്കഥയാകുന്നതും അതൊക്കെ കൂളായി എടുക്കുന്നതും അത് കോണ്ടന്റ് ആക്കി പൈസ ഉണ്ടാക്കുന്നതുമാണ്. നിയമലംഘനത്തിലൂടെ പൈസ ഉണ്ടാക്കാം എന്നതാണ് ക്രിയേറ്റേഴ്സിന്റെ പുതിയ കണ്ടുപിടുത്തം. ഇത് അവസാനിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമാണ് ഈ അഡ്വാൻറ്റേജ്. എന്തും കോണ്ടന്റ് ആകുമ്പോൾ ലാഭമാകുന്നു എന്നതാണ് ഇങ്ങനെ എന്തും ചെയ്യാൻ യൂട്യൂബേഴ്സിനെ പ്രേരിപ്പിക്കുന്നത്. കാർ പൂളാക്കുന്ന വീഡിയോയുടെ ഐഡിയ ആലോചിക്കുമ്പോഴേ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഈ സഞ്ജു ടെക്കി ആലോചിച്ചിരിക്കണം. കാർ പൂളാക്കുന്നു, കുറെ പേർ കാണുന്നു, ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, MVD ആരെങ്കിലും ഒക്കെ ടാഗ് ചെയ്യുന്നു, MVD അറസ്റ്റ് ചെയ്യുന്നു, അപ്പൊ അത് വീണ്ടും കോണ്ടന്റ് ആക്കുന്നു. വാർത്താ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു, അപ്പൊ മാധ്യമങ്ങളെ വെച്ച് വീണ്ടും കോണ്ടന്റ് ഉണ്ടാക്കുന്നു. ആളുകൾ തെറി വിളിക്കുന്നു, അപ്പൊ അമ്മയെയും അച്ഛനെയും വെച്ച് സഹതാപ വീഡിയോസ് ഉണ്ടാക്കുന്നു, വീണ്ടും കോണ്ടന്റ്. ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു, അപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് വീണ്ടും കോണ്ടന്റ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറച്ചുനാൾ തന്റെ പേര് അങ്ങനെ നിൽക്കും, റീച്ച് ആകും. MVD പിടിച്ചാൽ എന്താ, അതിലും ഗുണം മാത്രം. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി കണ്ട് നിയമലംഘനം നടത്തുന്നവരെ അറിയാതെ ചിലർക്ക് സംഭവിച്ചു പോകുന്ന നിയമലംഘനങ്ങൾ പോലെ കരുതരുത്. തനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി, തനിക്ക് പൈസ കിട്ടാൻ വേണ്ടി, ഫേമസ് ആകാൻ വേണ്ടിയൊക്കെ ഒരാൾ കരുതിക്കൂട്ടി ചെയ്യുന്ന പ്രവൃത്തിയായി തന്നെ കാണണം. ഇൻഫ്ലുവൻസർ എന്ന വാക്കിനെ, പ്രത്യേകിച്ച് യൂട്യൂബ്, ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ എന്ന വാക്കിനെ കുറച്ച് പരിഹാസത്തോടെ കാണുന്നവരാണ് പലരും. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ധ്രുവ് രാട്ടിയുടെ വീഡിയോസ് കാണിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നതിനെ പോസിറ്റീവായി കാണുന്ന പല പോസ്റ്റുകളും കണ്ടു. പക്ഷേ സഞ്ജു ടെക്കിയെ പോലുള്ളവർ വീണ്ടും ഇൻഫ്ലുവൻസർ എന്ന വാക്കിനെ പരിഹസിക്കപ്പെടാനുള്ള ഒരു സംഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, നിയമലംഘനം നടത്തിയായാലും വേണ്ടില്ല, വ്യൂസ് വേണം, പൈസ വേണം എന്ന് ചിന്തിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.